ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ അടുത്ത ഘടകങ്ങളായിട്ടുള്ള ക്യാപിറ്റലിനെയും ഓൺട്രപ്രീനുവറിനെയും പറ്റിയിട്ടാണ്. സോ we are going to learn about the factors of production, capital and entrepreneur in this class. Let's see what are the previous questions that was there in this particular session. കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഓപ്ഷൻസ് ആയി A 2 and 3, B 1 and 2, C 1, 2 and 3, D 1 and 3 എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് കഴിയും. അടുത്തതായി നമ്മുടെ മേട്രൺ ഗ്രേഡ് 1 മെയിൻ എക്സാമിനും ഇതേ വിഷയത്തിൽ നിന്ന് ചോദ്യമുണ്ടായിട്ടുണ്ട്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് A വിദ്യാഭ്യാസം, B ആരോഗ്യം, C കുടിയേറ്റം, D തൊഴിൽ പരിശീലനം, E വിവരലഭ്യത. ഇതിലെ ഓപ്ഷൻസ് A, ABC മാത്രം ശരി, B, ABD മാത്രം ശരി, C, ABDE മാത്രം ശരി, D എല്ലാം ശരിയാണ്. അടുത്തതായി നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യവും ഇതേ വിഷയത്തിൽ നിന്ന് തന്നെയാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കുവാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. A മൂലധനം, B ഭൂമി, C തൊഴിൽ, D സംഘാടനം. ഇനി നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വിഷയം, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ക്യാപിറ്റലിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കാം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്നുള്ളത് നമ്മുടെ SCERT ക്ലാസ് ആർ പ്രൊഡക്ഷൻ പ്രോസസ് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 53 വിശദമായി അവർ പറയുന്നുണ്ട്. അപ്പോൾ PSC എക്സാമിന് NCERT നിന്നും SCERT നിന്നും ICSE നിന്നും മറ്റുമാണ് പലപ്പോഴായിട്ട് കണ്ടന്റ് അവർ എടുക്കാറുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ? Capital is essential for the production of a product and providing the basic facilities for the same. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് കൊടുക്കുന്നതും ആരുടെ ജോലിയാണ്? നമ്മുടെ ക്യാപിറ്റലിൻ്റെ ജോലിയാണ്. It is necessary for establishing a factory, buying equipments, paying wages to laborers, buying raw materials for production and the like. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നുണ്ട്. പല രീതിയിലുള്ള ക്യാപിറ്റൽ ഉണ്ട്. ഓരോ ക്യാപിറ്റലും നാനാവിധമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നുണ്ട്. ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ മാൻമെയ്ഡ് തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ കോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇവർ നമുക്കൊരു ഐഡിയ തന്നിരിക്കുകയാണ്. എന്താണ് ഇവർ തന്നിരിക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ടാഞ്ചിബിൾ അതുപോലെ തന്നെ വിസിബിൾ മാൻമെയ്ഡ് തിങ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പൊതുവേ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണ്? മെഷീൻസ്, ബിൽഡിങ്സ്, എക്യുപ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ മാൻമെയ്ഡാണ്. അത് പലതും എന്താണ്? ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഫിസിക്കൽ ക്യാപിറ്റലിനെയാണ് ഇവർ ഈ ഒരു ചാപ്റ്ററിൽ എംഫസൈസ് ചെയ്ത് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. അതുപോലെ അവർ പറയുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സ്, vehicles, machines which can be used in the production are also considered as capital എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ്, വെഹിക്കിൾസ്, മെഷീൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ആർ ഓൾസോ കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ എന്നൊരു കാര്യം ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ക്യാപിറ്റൽ എന്താണ് എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി ക്യാപിറ്റൽ മീൻസ് എനിത്തിങ് ദാറ്റ് എയ്ഡ്സ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു ദ മണി that is used to purchase items that are used to produce goods and services. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് പലപ്പോഴും കാശ് ചിലവാക്കാറുണ്ട്. കാശ് കൊടുത്താണല്ലോ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അതിനെയും നമ്മൾ എന്തെന്ന് വിളിക്കാം? ക്യാപിറ്റൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും.
ക്യാപിറ്റൽ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ദി ലേബറേഴ്സ്. അപ്പോൾ ക്യാപിറ്റൽ വരുന്നതോടുകൂടി നമ്മുടെ പ്രൊഡക്ഷന് നിൽക്കുന്ന ലേബറേഴ്സിൻ്റെ ഒരു കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് എന്താവുകയാണ്, ഇൻക്രീസ്ഡ് ആവുകയാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് ഒരു ലേബറിൻ്റെ കയ്യിലേക്ക് ഒരു മെഷീൻ കൊടുക്കുകയാണ്. ഇപ്പം ഞാനിരുന്നൊരു നോട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഒരു കമ്പ്യൂട്ടർ വരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നോട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരു കൃഷി പാടത്ത് നിൽക്കുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇത്തരം ട്രാക്ടേഴ്സും മറ്റും കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ചും കൂടി ആയാസകരമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രൊഡക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ആവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് എ ഹ്യൂമൻ മെയ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ക്യാപിറ്റലിനെ മനുഷ്യൻ്റെ ഒരു പ്രയത്നം എല്ലാ ക്യാപിറ്റലിൻ്റെ ഉള്ളിലും ഉണ്ട്. കാരണം ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്, ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു ക്യാപിറ്റലിനെ നിർമ്മിക്കുന്നത്. സോ ദാറ്റ് ഈസ് വി കോൾ ദാറ്റ് ക്യാപിറ്റൽ ഇസ് എ ഹ്യൂമൻ മെയ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇസ് എ പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് അതിനെ പാസീവ് എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നും പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നും. വൈ ക്യാപിറ്റൽ ഈസ് കോൾഡ് എ പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് ബൈ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ് ബിക്കംസ് എഫക്റ്റീവ് ഓൺലി വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ലേബർ. ക്യാപിറ്റലിന് സ്വയം പ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. അതൊരു ലേബറിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നത് ഒരു ലേബറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ എന്തെന്ന് പറയുന്നത്, പാസീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ക്യാപിറ്റൽ ഈസ് ഡ്യൂറബിൾ. നമുക്കറിയാം എന്താണ് ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ലോഞ്ചിവിറ്റി ഉള്ളത്, കുറേ കാലം നിൽക്കുന്നത്, കുറേ കാലം നമുക്ക് അത് അവിടെ തന്നെ ഒരിക്കൽ ഒരു ക്യാപിറ്റൽ ഉണ്ടായി, ഒരു മെഷീൻ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാവില്ല. അതിന് കുറച്ചും കൂടി എന്തുണ്ട്, ലോഞ്ചിവിറ്റി ഉണ്ട്, അതിന് കുറച്ചും കൂടി ലൈഫ് സൈക്കിൾ ഉണ്ട്, കുറച്ചും കൂടി അതിൻ്റെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന കാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആണ് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മളതിനെ ഡ്യൂറബിൾ എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഡ്യൂറബിൾ ഗുഡ്സ് വിച്ച് മൈറ്റ് ലാസ്റ്റ് ഫോർ ഫ്യൂ ഇയേഴ്സ് ഓർ മെനി ഇയേഴ്സ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓർമ്മിക്കാം. അപ്പം മെനി ഇയേഴ്സ് അത് ലാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റലിന് മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു, അത് കുറേ കാലത്തേക്ക് നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നാച്ചുറലി വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷീൻ എന്തുണ്ടാവും, കേടുപാട് ഉണ്ടാവാറുണ്ട്. അത്തരം ക്യാപിറ്റൽ വർക്കിംഗ് ചെയ്തതുകൊണ്ട് അതിനുണ്ടാവുന്ന കേടുപാടുകളെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രിസിയേഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിനെപ്പറ്റി നാഷണൽ ഇൻകത്തിൻ്റെ ക്ലാസ്സിൽ കുറച്ചും കൂടി വിശദമായി നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ വർക്ക് ചെയ്യും, കുറേ കാലം നിലനിൽക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഡ്യൂറബിൾ ആണ്. ഡ്യൂറബിൾ ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് സംഭവിക്കും, വെയർ ആൻഡ് ടയർ സംഭവിക്കും. ക്യാപിറ്റലിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വെയർ ആൻഡ് ടയറിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ എന്നുള്ളൊരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഈസ് ഇലാസ്റ്റിക്. അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഈസ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓർത്താൽ മതി. എപ്പോഴൊക്കെയാണോ നമുക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വരുന്നത് അപ്പോഴൊക്കെ നമുക്കത് കിട്ടും. അതായത് ഇറ്റ് സപ്ലൈ ക്യാൻ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഡിക്രീസ്ഡ് ആസ് പെർ അവർ ഡിമാൻഡ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഈസ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഈസ് കമ്പാരേറ്റീവ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ പറയുന്നത്. ഒരു ആവശ്യത്തിനനുസരിച്ച്, ഒരു ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് സപ്ലൈ ഓഫ് ദ ക്യാപിറ്റലിനെ അതിനനുസരിച്ച് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് എ മൊബൈൽ ഫാക്ടർ. എന്താണ് ഈ മൊബൈൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഈസ് ദ മോസ്റ്റ് മൊബൈൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഈസ് ഈസിലി ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് ക്യാപിറ്റലിനെ എത്തിക്കാനായിട്ട് പറ്റുന്നു. അതിനോടൊപ്പം തന്നെ വൺ ഒക്കുപ്പേഷൻ ടു അനദർ, ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമുക്ക് ക്യാപിറ്റലിനെ മാറ്റാനായിട്ട് പറ്റുന്നു. ഒന്ന് ഓർമ്മിക്കുക, ഇപ്പോൾ ഒരു കൃഷിപ്പാടം, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കൃഷിപ്പാടത്ത് ഒരു ട്രാക്ടർ യൂസ് ചെയ്തു, അതിനെ വേണമെങ്കിൽ നമുക്ക് കൊല്ലത്തേക്ക് കൊണ്ടുപോകാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ റേസ് പ്ലസിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് നമ്മൾ ഈ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറാസും മറ്റും കൊണ്ടുപോകാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എന്താണെന്ന്, മൊബൈലാണ്. അത് ഈസിലി ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ, വൺ ഒക്കുപ്പേഷൻ ടു അനദർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് ദ റിവാർഡ് ഫോർ ദ യൂസ് ഓഫ്
ക്യാപിറ്റൽ ഇൻ ദ പ്രൊഡക്ഷൻ ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ്. അപ്പം പലർക്കും ഒരു സംശയം വരും, മെഷീൻസിന് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ഇവിടെ ഇവരെ ബുക്കിൽ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കാശ്, നമ്മൾ പലപ്പോഴും പ്രൊഡക്ഷന് വേണ്ടി ചിലവഴിക്കുന്ന കാശിനെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ക്യാപിറ്റലിന് കിട്ടുന്ന പ്രതിഫലമാണ് എന്തെന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ക്യാപിറ്റൽ എന്താണ്? അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് കംപ്ലീറ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് എക്സെപ്റ്റ് ഫോർ സം ആർട്ടിഫിഷ്യൽ ട്രേഡ് റെസ്ട്രിക്ഷൻ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ മെഷീൻസ്, നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ക്യാപിറ്റൽ നാച്ചുറലി അത് മൊബിലിറ്റി ഉള്ളൊരു സാധനമാണ്. നമുക്കൊരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പ്രശ്നം? രാജ്യങ്ങൾ പരസ്പരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാറുണ്ട്. നമ്മൾ ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷൻ്റെ അകത്ത് പഠിച്ചൊരു കോൺസെപ്റ്റാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ കൺട്രീസ് ആണ്. അൺലെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർട്ടിഫിഷ്യൽ റെസ്ട്രിക്ഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ബാരിയേഴ്സ് ഒന്നും വച്ചില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നും വച്ചില്ലെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് കംപ്ലീറ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രീസ് എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി ദ ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതൊരു ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ എന്നിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. വേണമെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ മാത്രമായിട്ട് എനിക്കൊരു സ്ഥലത്തേക്ക് കൊടുത്തയക്കാനായിട്ട് പറ്റും അല്ലേ? പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒരു രീതിയിൽ എൻ്റെ കമ്പ്യൂട്ടറിന് മറ്റാർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ അടുത്തുനിന്ന് എൻ്റെ കമ്പ്യൂട്ടർ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അഗ്രികൾച്ചറൽ കുഞ്ഞു ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാർജിനൽ ആൻഡ് സ്മോൾ ഫാമേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന വളരെ ഏക്കറേജ് കുറവുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനൊന്നും സ്വന്തമായിട്ട് ഈ ഫാം മെഷീനറീസ് ഒന്നും ഇല്ല. അവർ ലീസിനാണ് എടുക്കുന്നത്. അപ്പോൾ ലീസിന് എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു സ്ഥലത്ത് പോയി എവിടെയാണോ അത് അവർക്ക് ലീസിന് കിട്ടുന്നത് കടം വാങ്ങിച്ചിട്ട്, അതായത് വാടകയ്ക്ക് എടുത്തിട്ട് കൊണ്ടുപോയി സ്വന്തം കൃഷിയിടങ്ങളിൽ പണിയെടുത്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നു അല്ലേ? അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം എവിഡൻ്റ് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിൻ്റെ ഓണറിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. നമ്മൾ ചെല്ലുന്നോ നമുക്ക് വേണ്ട ട്രാക്ടറോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ടൂൾസ് എടുത്തിട്ട് നമ്മൾ കൃഷിപ്പാടത്തേക്ക് കൊണ്ടുപോകുന്നു, ഉപയോഗിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പം അത് എടുക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ ആ ഓണറിനെയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നില്ല അല്ലേ? സോ ഇറ്റ് ഈസ് സെപ്പറബിൾ ഫ്രം ദി ഓണർ എന്നുള്ളത് ഓർമ്മിക്കുക. അടുത്ത ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സോ അടുത്ത കാര്യം എന്താണ്? ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്കത് ക്വാണ്ടിഫയബിൾ ആണ്. ഫിസിക്കൽ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം അത് കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മിക്കുക ഫിസിക്കൽ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഈസിലി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ലൈക്ക് എനി അതർ കമോഡിറ്റി. ഫിസിക്കൽ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മെഷീനറീസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? ഫിക്സഡ് ക്യാപിറ്റൽ റെഫേഴ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസെറ്റ്സ് എന്ന് വെച്ചാൽ ഫിക്സഡ് അസെറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വിച്ച് റിമെയിൻസ് ഇൻ ദ ബിസിനസ് ഫോർ മോർ ദാൻ 1 year. ഒരു വർഷത്തിലധികം നമ്മളൊരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അത് മോർ ദാൻ 1 year ആ ബിസിനസ്സിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറയും അതൊരു ഫിക്സഡ് ക്യാപിറ്റൽ ആണെന്ന് പറയും. യൂഷ്വലി ഫോർ മച്ച് ലോങ്ങർ, പലപ്പോഴും ഒരു വർഷം ആയിരിക്കില്ല, വർഷങ്ങളോളം അത് ആ ഒരു പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് അവിടെ നിൽക്കാൻ പോകുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ്, ഇതെല്ലാം നമ്മളൊരു പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ഫാക്ടറി ഉണ്ടാക്കുന്നു. ആ ഫാക്ടറി നമ്മൾ ഒരു വർഷമല്ല, കുറേ വർഷത്തേക്ക് ആ ഫാക്ടറി അവിടെ കാണും. നമ്മളൊരു പ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് കുറേ മെഷീൻസ് ഇറക്കുമതി ചെയ്യുന്നു, അത് വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പോവുകയാണ്. അതിനി കുറേ കാലം അവിടെ കിടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്നുള്ളൊരു വാക്ക് വെച്ചാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദെയർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈം പീരീഡ് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. അടുത്തത് ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലാണ്. ടൂൾസ്, മെഷീൻസ് റേഞ്ച് ഫ്രം വെരി സിമ്പിൾ ടൂൾസ് ആസ് എ ഫാമേഴ്സ് പ്ലോ ടു
സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് സച്ച് എസ് ജനറേറ്റേഴ്സ്, ടർബൈൻസ്, കമ്പ്യൂട്ടേഴ്സ്, ഇതെല്ലാം എന്താണ് പലതരത്തിലുള്ള ടൂൾസ്, വളരെ ചെറിയ സിമ്പിൾ ടൂൾസ് തൊട്ട് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ടൂൾസ് വരെ എന്തിൻ്റെ ഭാഗമാണ്? ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട്. മെഷീനറീസ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. അപ്പം ഈ ബിൽഡിങ്സ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓവർ മെനി ഇയേഴ്സ് ആൻഡ് ആർ കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ടേക്കൺ ഫ്രം ദ NCERTയുടെ ക്ലാസ് 9 ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉള്ള ഡെഫിനിഷനാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഫോർ ദ മോർ ദാൻ 1 ഇയർ എന്നുള്ളതാണ്. ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസറ്റ്സ് which in the normal routine of the business get converted into cash or cash equivalents within 1 year. അതായത് ഇതിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കറൻറ്റ് അസറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്യാഷായി മാറാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മളതിനെ ക്യാഷ് ഇക്വലൻ്റ് ആയിട്ട് മാറ്റാൻ പോകുന്ന കാര്യങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായി ഒരു കമ്പനിയുടെ കയ്യിലുള്ള എന്തെങ്കിലും തരത്തിലുള്ളൊരു കറൻറ്റ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറൻറ്റ് അസറ്റ് which is actually converted into cash or cash equivalent within 1 year ആണ് എന്തെന്ന് പറയുന്നത് നമ്മൾ. അതിനെയാണ് നമ്മൾ കൃത്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഇൻവെൻ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ക്യാഷ് ഇക്വലൻ്റ് നിങ്ങൾ ഓർത്തോണേ, വളരെ ഷോർട്ട് ടേമിൽ നമ്മുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ബില്ലാവാം, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ബില്ലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതേ രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാശാക്കി മാറ്റാൻ പറ്റുന്നത്, പെട്ടെന്ന് തന്നെ നമുക്കതിനെ, ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നു, എൻ്റെ കമ്പനിയിൽ നിന്ന് ഒരാൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി, അവരെനിക്ക് അതിൻ്റെ അകത്ത് കാശ് ഇങ്ങോട്ടേക്ക് തരാനുണ്ട്. അവർ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി, പക്ഷെ അവരിനി എനിക്ക് കാശ് തരാനുണ്ടെന്ന് വെച്ചോളൂ. അത്തരം കാശ് തരാനുള്ള ചിലപ്പോൾ ഒരു പോൺ പേപ്പറിൻ്റെ അകത്ത് അവർ എഴുതി തന്നിട്ടുണ്ട്, എനിക്ക് ഇത്രയും രൂപ അവർ തരാനുണ്ട് എന്നുള്ളൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് എപ്പോഴാണോ അവരെനിക്ക് ആ രൂപ തരുന്നത്, അപ്പം മാത്രമേ എൻ്റെ കയ്യിലേക്ക് ആ രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വിത്തിൻ 1 ഇയർ തന്നെ അതിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും? എൻ്റെ കയ്യിലുള്ളൊരു ആ ബോണ്ട്, ആ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ കാശായിട്ട് എനിക്ക് മാറ്റാനായിട്ട് പറ്റും. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയാറുള്ളത്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ക്യാഷ് ഇക്വലൻ്റോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ട് നമ്മൾ മാറ്റുന്ന കാര്യങ്ങളെയാണ്, അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻവെൻട്രീസ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രീസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻവെൻട്രീസ്, റോ മെറ്റീരിയൽസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്താണ് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏത് കമ്പനി ഒരു പ്രൊഡക്ഷൻ നടത്തിയാൽ അവർ കയ്യിൽ കുറച്ച് റോ മെറ്റീരിയൽസ് വയ്ക്കും അല്ലേ? അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, ഇൻപുട്സ് ഫോർ ദി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്? ഇൻവെൻട്രിയുടെ ഭാഗമാണ്. ഇനി നമ്മൾ ഇൻവെൻട്രി വെച്ചു, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഗാർമെൻറ്റ് ഫാക്ടറിയാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പലതരത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽസ് കാണും അല്ലേ? കോട്ടൺ കാണും, സിൽക്ക് കാണും, ജൂട്ട് കാണും. അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളെയും ഞാൻ റോ മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുന്നത്. അതെല്ലാം എന്താണ്? എൻ്റെ ഇൻവെൻട്രീസ് ആണ്, റോ മെറ്റീരിയൽസ് ഇൻവെൻട്രീസ് ആണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കോട്ടൻ്റെ ഡ്രസ്സ് എടുത്തു, അതിനെ ഞാൻ എന്താണ് കട്ട് ചെയ്തു, പകുതി എൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള ഒരു ഇൻവെൻട്രിയാണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോ മെറ്റീരിയലിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള ഇൻവെൻട്രീസ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സും എന്താണ്? ഇൻവെൻട്രീസിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടുപ്പായി കഴിഞ്ഞു, പക്ഷേ അതെന്തായിട്ടില്ല? സെല് ചെയ്തിട്ടില്ല. അൺസോൾഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സും എന്ത് തന്നെയാണ്? ഇൻവെൻട്രീസിൻ്റെ പാർട്ടാണെന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ വിറ്റുപോകും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് വിറ്റുപോകുമ്പോൾ നമുക്ക് കാശ് കിട്ടുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ അടുത്തത് നോക്കിയേ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇപ്പം ഞാനൊരു പ്രൊഡക്ഷൻ, ഇപ്പോൾ ഗാർമെൻറ്റ് ഫാക്ടറി തന്നെ ഞാൻ നടത്തുന്നു എന്ന് കരുതുക. അവിടേക്ക് ഞാൻ എന്ത് ചെയ്യും? ഇൻ അഡ്വാൻസ് ആയിട്ട് ഒരു ഫാക്ടറി പോലൊരു സെറ്റപ്പ് ഞാൻ റെൻ്റെല്ലാം കൊടുത്തിട്ട്
വച്ചിട്ടുണ്ട്. അപ്പോൾ റെൻറ്റ് കൊടുക്കുന്നത് മാസത്തിൻ്റെ ആദ്യമായിരിക്കും അല്ലേ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രീപെയ്ഡ് ആയിട്ടുള്ള ധാരാളം എക്സ്പെൻസസ്, ചിലപ്പോൾ മറ്റ് വലിയ വലിയ പ്രൊഡക്ഷൻ നടത്തുന്ന പലരും ഇൻഷുറൻസ് എല്ലാം സബ്സ്ക്രിപ്ഷൻ ചെയ്യാറുണ്ട്. അവരെല്ലാം ആദ്യമേ കാശ് കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത്, പ്രീമിയംസ് എല്ലാം കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസസും എന്താണെന്ന് നമ്മൾ കണക്കാക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് നമ്മളിത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കാശ് കിട്ടാനായിട്ട് കുറച്ചുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കും, നമ്മുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കും. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കാശ് കിട്ടാനായിട്ട്, നമുക്ക് ആരെങ്കിലും കാശ് തരാനുണ്ട്, അതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളൊരു അർത്ഥത്തിലാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ടത് മാറുന്നത്. ബിൽസ് റിസീവബിൾസ്, എന്താണ് ഈ ബിൽസ് റിസീവബിൾസ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ സാധനം എടുത്തിട്ട് പോയി, ഒരു റീറ്റെയിൽ ഷോപ്പുകാർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗാർമെൻറ്റ്സ് എടുത്തിട്ട് പോയി, ഒരു 5000 രൂപയുടെ സാധനം എടുത്തിട്ട് പോയി. പക്ഷെ അവർ ആ 5000 രൂപ തന്നിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് എന്താണ്, ബിൽസ് റിസീവബിൾ ആണ്, നമുക്ക് 5000 രൂപ കിട്ടേണ്ടതാണ്, ബിൽസ് റിസീവബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അവരെ സംബന്ധിച്ച് അത് ബിൽസ് പേയബിൾസ് ആണ്, കാരണം ആ ടെക്സ്റ്റൈലുകാർക്ക് അത് 5000 രൂപ കൊടുക്കേണ്ടതാണ്. പേയബിൾ, റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർമ്മിക്കുക. ഇനി ഇറ്റ് മീൻസ് റോ മെറ്റീരിയൽസ് ആൻഡ് മണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്തത് എന്താണ്, റോ മെറ്റീരിയൽസ് ആൻഡ് മണി ഇൻ ഹാൻഡ്. ഇത് നമ്മുടെ NCERTയുടെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. റോ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിനെയും എന്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ റിക്വയർസ് എ വെറൈറ്റി ഓഫ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് ദി യാൺ യൂസ്ഡ് ബൈ ദ വീവർ. ഒരു വീവറിനെ സംബന്ധിച്ച് അയാൾ ഉപയോഗിക്കുന്ന യാൺ ആണ് അയാളുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലേ യൂസ്ഡ് ബൈ ദ പോട്ടർ, പോട്ടർ ഉപയോഗിക്കുന്ന ക്ലേ ആണ് അയാളുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓൾസോ സം മണി ഈസ് ഓൾവേസ് റിക്വയർഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ടു മേക്ക് പേയ്മെൻറ്റ്സ് ആൻഡ് ബൈ അതർ നെസസറി ഐറ്റംസ്. അപ്പം നമുക്ക് ഫൈനാൻഷ്യൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് കാശ് കയ്യിൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ്റെ പ്രോസസ്സായിട്ട് കുറച്ച് ഇൻപുട്സ് വാങ്ങിക്കാനായിട്ടെല്ലാം പറ്റത്തുള്ളൂ. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. റോ മെറ്റീരിയൽസ് ആൻഡ് മണി ഇൻ ഹാൻഡ് ആർ ഓൾസോ നോൺ ആസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് ഓർമ്മിക്കുക. ഇത് ഏത് ബുക്കിലാണ് പറയുന്നത്? NCERT 9ാം ക്ലാസ്സിലെ ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇതാ പറയുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് പെർഫെക്റ്റ്ലി മൊബൈൽ. അവർ പറയുന്നുണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, മനുഷ്യന്മാർ, അതായത് നമ്മുടെ ലേബറിനെ നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു, നമ്മൾ നല്ല ട്രെയിനിങ് കൊടുത്തു, നമ്മൾ അവർക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, നമുക്ക് അവർക്ക് നല്ല സ്കില്ല്, അവരുടെ ഉള്ളിലുള്ള സ്കിൽസ് എല്ലാം നമ്മൾ മെച്ചപ്പെടുത്തി. അപ്പോഴാണ് ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ എന്തായിട്ട് മാറുന്നത്, ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു ലേബറിന്, ഒരു സാധാരണ മനുഷ്യന് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നല്ല രീതിയിലൊരു ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറുമെന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ അത്തരം മനുഷ്യന്മാരെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഈസ് നോട്ട് പെർഫെക്റ്റ്ലി മൊബൈൽ ബിറ്റ്വീൻ ദ കൺട്രീസ്. എന്തുകൊണ്ടാണ് രാജ്യങ്ങളുടെ ഇടയിൽ ഇപ്പം ഹ്യൂമൻ ക്യാപിറ്റലിനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക്, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് US പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് UAE പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? ബിക്കോസ് the movement is restricted by the nationality and culture. അപ്പോൾ നാഷണാലിറ്റി വെച്ചിട്ട് മൂവ്മെൻറ്റിൽ, ഈ മൊബിലിറ്റിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ കൾച്ചർ, ഇപ്പം ഞാൻ പെട്ടെന്ന് റഷ്യയിൽ പോയി എന്ന് വെച്ചോളൂ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്താണ്, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ, എൻ്റെ ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജ് അല്ല, അതുപോലെ തന്നെ അവരുടെ ആഹാര രീതിയിലല്ല ഞാൻ ഇത്രയും നാളെ ജനിച്ച് വളർന്നത്. അപ്പോൾ ഇത്രയും കൾച്ചറിൻ്റെ ഇംപ്ലിക്കേഷൻസ് കൊണ്ടും അതുപോലെ നാഷണാലിറ്റി വ്യത്യസ്തമായതുകൊണ്ടും തന്നെ ഹ്യൂമൻ ലേബർ എന്ന് പറയുന്നതിന് എന്തുണ്ട്, പെർഫെക്റ്റ്ലി മൊബൈൽ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അടുത്തത് എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. അതായത് ഇപ്പം ഞാൻ ഒരു ടീച്ചറാണ്, അപ്പം എൻ്റെ ഉള്ളിൽ ടീച്ചിങ് എന്നുള്ള പറയുന്ന ഒരു കാര്യത്തിനെ സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റില്ല. എൻ്റെ ഉള്ളിൽ അത് എൻഡോജനസ്ലി ബിൽട്ടിൻ ആണ്. അതാണ് അടുത്ത പറയുന്നത്, ഇത് എൻഡോജിനസ്ലി ബിൽറ്റ് ഇൻ ദ ബോഡി ആൻഡ് മൈൻഡ് ഓഫ് ഇറ്റ്സ് ഓണർ. അപ്പം ദിസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സെപ്പറബിൾ ഫ്രം മീ, ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ്, ഇൻസെപ്പറബിൾ ആണ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഒരു നല്ല ഒരു നല്ല എൻജിനീയർ, ആ എൻജിനീയറിൻ്റെ ഉള്ളിലുള്ള എൻജിനീയറിംഗ് സ്കിൽ അയാളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ട് ഇതാ എൻജിനീയറിംഗ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ മാർക്കറ്റിൽ. അതുകൊണ്ടാണ് അതിനെ ഇൻസെപ്പറബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, അത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. കാരണം നമുക്കത്
ശരിക്കും ക്വാണ്ടിഫൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അത് ആരാണോ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അയാളുടെ ഉള്ളിൽ അത് ഇൻബിൽട്ടാണ്. എൻഡോജനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻഡോജനസ്ലി ബിൽട്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ. അപ്പം ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ അകത്ത് ഈ മൊബിലിറ്റിയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇൻസെപ്പറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻഡോജനസ്ലി ബിൽട്ട് വിത്തിൻ ദി ഓണർ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്, ഓൺലി ദ സർവീസസ് ഓഫ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ ആർ സോൾഡ് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അതായത് ഞാൻ ചെന്നിട്ട് ഇപ്പം ഞാൻ ഇവിടെ വന്നു, റേസ് പ്ലസിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, എനിക്കല്ല ഇവർ പേയ്മെൻറ്റ് തരുന്നത്, എൻ്റെ ക്ലാസ്സിനാണ് പേയ്മെൻറ്റ്സ് വരാറുള്ളത് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അപ്പം നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് അവർ കാശ് തരുന്നത്? നിങ്ങളിപ്പോൾ നാളെ PSC പരീക്ഷ പഠിച്ചിട്ട് നിങ്ങളെല്ലാവരും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലിക്കാണ് ഗവൺമെൻറ് നിങ്ങൾക്ക് രൂപ തരുന്നത്, വേജസ് തരുന്നത്, സാലറീസ് തരുന്നത്. എന്തിനല്ല തരുന്നത്? നിങ്ങൾക്കല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ്. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇൻബിൽട്ട് ആണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് നോട്ട് സോൾഡ് ഇൻ ദ മാർക്കറ്റ്, ഓൺലി ദി സർവീസസ് ഓഫ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് സോൾഡ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഇൻ ടു ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് നമ്മൾ മാനവ ഒരു റിസോഴ്സ് ഉണ്ട്, ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനെ എങ്ങനെ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കണം എന്നാണ് പറയുന്നത്? നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം, ഹെൽത്ത് കൊടുക്കണം. അതുപോലെ ചിലപ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്തു, മൈഗ്രേഷനിലൂടെയും നമുക്കിത് നടക്കുന്നുണ്ട്. ജോബിൽ ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നു. ഇതെല്ലാം കിട്ടുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ജോലി സാധ്യതകൾ കൂടുന്നു. നമുക്ക് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ 10ാം ക്ലാസ്സിലെ NCERT ബുക്കിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയാണ് ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തത് സോഷ്യൽ ക്യാപിറ്റൽ. എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ? എ സെറ്റ് ഓഫ് ഷെയർഡ് വാല്യൂസ് ഓർ റിസോഴ്സസ് ദാറ്റ് അലോസ് ഇൻഡിവിജ്വൽസ് ടു വർക്ക് ടുഗെദർ ഇൻ എ ഗ്രൂപ്പ് ടു അച്ചീവ് എ കോമൺ പർപ്പസ് എഫക്റ്റീവ്ലി. ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യണം. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കുടുംബശ്രീ. ഈവൻ എക്കണോമിക് സർവേയിൽ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു സക്സസ്ഫുൾ കേസ് സ്റ്റഡി ഓഫ് എ സോഷ്യൽ ക്യാപിറ്റലാണ്. എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ? ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യബോധം അച്ചീവ് ചെയ്യാനായിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു. അപ്പം ഒരു ലക്ഷ്യബോധമുണ്ട്, ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു. അവരെല്ലാം അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ അവർ കുറേ വാല്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്, അവർ കുറേ റിസോഴ്സസ് ഷെയർ ചെയ്യുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ സഹകാരി റേസ് പ്ലസിൽ വരുമ്പോൾ നിങ്ങൾക്ക് പല ഫാക്കൽറ്റീസുമായിട്ട് സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്നല്ല മറ്റൊരു സ്ഥലത്ത് വായിക്കുന്നതിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടുന്നുണ്ട്, കൃത്യമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം ഒരു സോഷ്യൽ ക്യാപിറ്റലിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അവർക്കൊരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവരെ സഹായിക്കുന്നുണ്ട്. പല രീതിയിലുള്ള എംപവർമെൻറ്റ്, പല രീതിയിലുള്ള മൊബിലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് അർത്ഥമാക്കുന്നത്. അടുത്തത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ. എന്താണ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ? Intellectual capital can be defined as the total of intangible assets. ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ടോട്ടാലിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. കാരണം ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന സാധനവും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെയാണ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഓൾ ദി ഇൻവിസിബിൾ നോൺ മോണിറ്ററി അസറ്റ്സ് ഹെൽഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഒരു കമ്പനിയുടെ ബ്രാൻഡ് റെക്കഗ്നീഷൻ. ഇപ്പോൾ ടാറ്റ എന്നുള്ള എൻ്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടാറ്റയുടെ ആരെങ്കിലും ഒരാൾ കാണുമ്പോൾ ഇത് ടാറ്റ കമ്പനിയാണ്, അപ്പം നമ്മൾ ആ ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാണ്. ചിലപ്പോൾ നമുക്ക് ചില കമ്പനീസിനോട് ഒരു വലിയ ഗുഡ് വില്ല് കാണും അല്ലേ? അപ്പോൾ അത്തരം ഗുഡ് വില്ല്, അത്തരം ബ്രാൻഡ് റെക്കഗ്നീഷനൊന്നും നമുക്ക് വിസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല, അതെല്ലാം മൈൻഡിലുള്ള കാര്യങ്ങളാണ്, ഇൻ്റലക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെ നോൺ മോണിറ്ററി ആയിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ഇൻ്റലക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അപ്പോൾ ഒരു കമ്പനിക്കുള്ള ഗുഡ് വിൽ, അവരുടെ ബ്രാൻഡ് റെക്കഗ്നീഷൻ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ട്രേഡ് മാർക്ക്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള കോപ്പി റൈറ്റ്സ്, ഇതെല്ലാം തന്നെ ആ കമ്പനിയുടെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? ഇൻ്റലക്ച്വൽ ക്യാപിറ്റലായിട്ടാണ് നമ്മൾ കരുതുന്നത്.
അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ പഠിച്ചു, ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ പഠിച്ചു. അടുത്തത് എന്താണ്? സീഡ് ക്യാപിറ്റൽ. എന്താണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? നമുക്കറിയാം, ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് മണി ആൻ എൻ്റർപ്രീനിയർ യൂസസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ കാശില്ല. അപ്പോൾ അതിലേക്കുള്ള ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ കയ്യിലേക്ക് ഇനീഷ്യലി വരുന്ന ഒരു ക്യാപിറ്റലിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് അല്ലേ? അപ്പോൾ ഒരു ചെടിയുടെ ആദ്യത്തെ ഒരു ഭാവമാണ് എന്തെന്ന് പറയുന്നത്? രൂപമാണ്, ഭാവമാണ് ഒരു വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിത്താണ്, അതായത് ഒരു കമ്പനി വളരാനായിട്ടുള്ളൊരു വിത്ത്, ഇനീഷ്യലി സ്റ്റേജിലുള്ളൊരു ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സീഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അടുത്തതായി വെഞ്ചർ ക്യാപിറ്റൽ. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആർ ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ലുക്ക് ഫോർ ടെക്നോളജി ഡ്രിവൺ എൻ്റർപ്രൈസസ് ആൻഡ് കമ്പനീസ് ദാറ്റ് ഹാവ് എ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ചിലപ്പോൾ ചില ആൾക്കാരുടെ കയ്യിൽ ധാരാളം കാശുണ്ട്. അപ്പോൾ അവരെന്താ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇനി പുതുതായിട്ട് തുടങ്ങുന്ന നല്ല വളരാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള കമ്പനീസ് എന്താണ്? ചിലപ്പോൾ ഈ കമ്പനീസിൻ്റെ കയ്യിൽ കാശ് കാണത്തില്ല. ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു കൂട്ട യുവാക്കൾ, അവരുടെ കയ്യിൽ കാശില്ല, പക്ഷെ അവരുടെ ഐഡിയ അടിപൊളിയാണ്. അപ്പോൾ എന്താണ്? അത്തരം ആൾക്കാർക്ക് കാശ് കൊടുക്കാനായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അവരെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള എൻ്റർപ്രൈസസിൽ, പൊതുവെ ടെക്നോളജിയുമായിട്ട് ഡ്രിവൺ ആയിട്ടുള്ള എൻ്റർപ്രൈസസിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്തരം കമ്പനീസിലാണ്? ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനീസിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അധികം ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സെക്ടേഴ്സാണ് നമ്മുടെ IT, ബയോടെക്നോളജി എല്ലാം. അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ടേക്ക് ആൻ ഇക്വിറ്റി പൊസിഷൻ ഇൻ ദ കമ്പനി ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് എ ഹൈ റിസ്ക് വെഞ്ചർ. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 2 കുട്ടികളുണ്ടെന്ന് വെച്ചോളൂ. A and B എന്ന് പറഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. അവർക്കൊരു നല്ല ഐഡിയ. എന്താണ് അവരുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ സ്വച്ഛതാ അഭിയാൻ്റെ ഭാഗമായിട്ടെല്ലാം, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ പൊതുവെ ചെയ്യാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു കാര്യമാണ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് വെച്ചോളൂ. അപ്പോൾ മാനുവൽ സ്കാവഞ്ചിങ് പാടില്ല എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വേസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വേസ്റ്റ് ഒരിക്കലും മറ്റൊരു മനുഷ്യൻ എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഐഡിയ എന്ന് പറയുന്നത്, ഒരു 4 കുട്ടികൾ ചേർന്നിട്ട് ഒരു ഐഡിയ നടത്തിയെന്ന് വെച്ചോളൂ. അവരുടെ ഐഡിയ എന്താണ്? ഈ മനുഷ്യന് പകരം നമുക്ക് അവരുടെ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നാലോ എന്നവരൊരു ഐഡിയ ഒന്ന് ഡിവൈസ് ചെയ്യുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ബാൻഡിക്കൂട്ട് എന്ന് പറയുന്നിട്ടൊരു റോബോട്ടിനെ അവർ ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. ഇമാജിൻ, ഇവർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള കാശില്ല. അപ്പം ഇവരുടെ അടുത്ത് ആര് വരികയാണ്? നമ്മുടെ വെഞ്ചർ ക്യാപിറ്റൽ വന്നിട്ട് കാശ് തരാമെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും പലപ്പോഴും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ കാശ് കൊടുക്കുന്നത്? ഇക്വിറ്റി പൊസിഷൻ എടുക്കും. എന്താണ് ഈ ഇക്വിറ്റി എന്ന് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഉണ്ട്, ആ കമ്പനിയുടെ അകത്തൊരു ഷെയർ ഉണ്ട്. എന്താണ് ഷെയർ? കമ്പനിയുടെ ഓണർഷിപ്പാണ് ശരിക്കും ഷെയർ എന്ന് പറയുന്നത്. ആ ഓണർഷിപ്പിൻ്റെ ഒരു ഭാഗം ഇയാൾക്ക് കൊടുക്കുകയാണ്. ഇക്വിറ്റി അഥവാ ഷെയർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓണർഷിപ്പാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 2 പേര് ചേർന്നിട്ട് ഒരു കമ്പനി തുടങ്ങുകയാണ്. അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, അവരുടെ നല്ല വർക്കബിൾ ആയിട്ടുള്ള ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളൊരു ഐഡിയ ആണ്. ആ ഐഡിയ അവർക്ക് 100 കോടി വേണമെന്ന് വെച്ചോളൂ. അപ്പം 100 കോടി റേസ് ചെയ്യുമ്പോൾ ഇതിലൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വന്നിട്ട് ഏകദേശം 50 കോടിയോളം രൂപ, അതായത് ആ കമ്പനിയുടെ ഇക്വിറ്റി 50% ഇക്വിറ്റി ഇദ്ദേഹം മേടിക്കുകയാണ്. ഇക്വിറ്റി എന്താണ്? ഈ കമ്പനിയുടെ ടോട്ടൽ ഷെയർ എന്ന് വെച്ചാൽ ടോട്ടൽ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനിയാണ്. അതിലൊരു ഭാഗം വാങ്ങിക്കുന്നതിനെയാണ് ഷെയർ അഥവാ ഇക്വിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്ററായിട്ട്, ആ കമ്പനിയുടെ ഇൻവെസ്റ്ററായിട്ട് കടന്നു വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി പൊസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. വൈ ആർ ദേ ഡൂയിങ് സോ? എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? കാരണം ദേ ലുക്ക് ഫോർ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ ദ ബിസിനസ് ഈസ് ഡെവലപ്ഡ് ആൻഡ് ആഫ്റ്റർ വിച്ച് ദേ മേ എക്സിറ്റ്. അപ്പോൾ ഇത് ഡെവലപ്ഡ് ആയി കഴിയുമ്പോൾ ഇവർക്ക് നല്ല റിട്ടേൺസ് കിട്ടും എന്നറിയാം. അത് കഴിഞ്ഞിട്ട് ഇവരത് അങ്ങ് വിട്ടിട്ട് പോകും. സോ ദീസ് ആർ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെഞ്ചർ ക്യാപിറ്റൽ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അടുത്തതായി
Knowledge capital. Today, we live in a knowledge society. Information technology, knowledge play a very important role in the production. The effort to acquire knowledge capital is now prevalent in the world. അപ്പോൾ പ്രൊഡക്ഷനെ സഹായിക്കുന്ന തരത്തിലുള്ള എല്ലാ അറിവുകളും ഇൻഫോർമേഷൻസിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കാണ് നോളേജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെ പറയുന്നുണ്ട്? SCERT ക്ലാസിക്സ് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ അകത്ത് പറയുന്നുണ്ട്. എന്താണ് നോളേജ് ക്യാപിറ്റൽ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. വാട്ട് ഈസ് എ റെലവൻസ് എന്നുള്ളത് പറയുന്നുണ്ട്. അടുത്തതായി, the method of production using more capital and less labor, അതായത് കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും യൂസ് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്? ദ പ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് യൂസസ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ ഈസ് നോൺ ആസ് ദ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ക്യാപിറ്റലാണ് കൂടുതലായിട്ട് വേണ്ട. അപ്പോൾ ആരുടെ ഡിമാൻഡ് കുറഞ്ഞു? ലേബറേഴ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. ലെസ് ഡിമാൻഡ് ഫോർ ലേബറേഴ്സ്. കൂടുതലായിട്ട് അത് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? യൂട്ടിലൈസസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, ക്യാപിറ്റൽ ഹെൽപ്സ് ടു എൻഹാൻസ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന്. അപ്പോൾ എൻഷുവേഴ്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നു, പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റുന്നു. മാത്രമല്ല പലപ്പോഴും ഡിപ്പെൻഡ്സ് മോർ ഓൺ ടെക്നോളജിയുടെയും കൂടി ആവശ്യം പലപ്പോഴായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. കാരണം മെഷീൻസ് എല്ലാം ആണെങ്കിൽ നാച്ചുറലി അതിൻ്റെ അകത്ത് എന്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്? ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ട് ഫിസിക്കൽ ക്യാപിറ്റലിൻ്റെ കോൺടെസ്റ്റിൽ. അപ്പോൾ ഡിപ്പെൻഡ്സ് മോർ ഓൺ ടെക്നോളജി. അതുപോലെ തന്നെ നല്ല രീതിയിൽ എഫിഷ്യൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലെസ് ടൈം ഫോർ പ്രൊഡക്ഷന് നമുക്ക് കുറച്ച് സമയം മതി. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ലെസ് ഡിമാൻഡ് ഫോർ ലേബർ, യൂട്ടിലൈസസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി, ഡിപ്പെൻഡ്സ് മോർ ഓൺ ടെക്നോളജി, ആസ് വെൽ as ഇറ്റ് ടേക്സ് ലെസ് ടൈം ഫോർ ദി പ്രൊഡക്ഷൻ എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി ഇത് SCERT ക്ലാസ് 8 സോഷ്യൽ സയൻസ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് എക്കണോമി എന്നുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്കാണ്. അപ്പോൾ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്കിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക.